വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നല്ല മണമുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പി കാണാം. മണം എന്ന് പറയുമ്പോൾ ഒരു മുഴുവൻ സദ്യ വെച്ച ഒരു മണമാണ് ഇതിന്. പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ സദ്യ ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കും. എൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല മണമുള്ള ഒരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക, പ്രത്യേകിച്ച് ലാസ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ ഞാനിന്നിവിടെ ഇത്രയും പച്ചക്കറികളാണ് അവിയലിനായിട്ട് എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു 3 പേർക്കുള്ള അവിയലിനൊക്കെ ആയിട്ട് ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്താൽ മതി. ഞാനിന്ന് മുരിങ്ങയ്ക്കായും മത്തങ്ങായും ക്യാരറ്റും പച്ചക്കായും ഉരുളക്കിഴങ്ങും ബീൻസുമാണ് എടുത്തിരിക്കുന്നത്. മുരിങ്ങയ്ക്ക ഇല്ലാതെ അവിയൽ ഉണ്ടാക്കിയ ടേസ്റ്റ് കാണില്ല. ബാക്കി ഏത് പച്ചക്കറി ഇല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ അമ്മ ചേന ഇല്ലാതെ ഉണ്ടാക്കില്ല, പക്ഷേ എനിക്ക് ചേന അത്ര താല്പര്യമില്ല. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ ആയപ്പം ചേന കിട്ടിയതുമില്ല. കുറച്ചൊരു മധുരമുള്ള പച്ചക്കറികളാണ് ഞാൻ കൂടുതലായിട്ട് ഇടാറ്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചേർക്കുക. ഏതൊക്കെയാണോ ഇഷ്ടമുള്ളത് അത് കൂടുതലായിട്ട് ഇടാം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ വേണം നമ്മൾ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കാനായിട്ട്. അതോടൊപ്പം ഞാൻ കുറച്ച് സവാള ഇടാറുണ്ട് ഇതിൻ്റെ അകത്ത്. അതും കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുത്തിട്ട്, ഈ ഒരു സ്റ്റെപ്പ് ഞാൻ എക്സ്ട്രാ ചെയ്യുന്നതാണ്. അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അതിലോട്ട് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വഴറ്റി ഉണ്ടാക്കുന്ന ഡ്രൈ അവിയലല്ല സദ്യയിലെ. ഇത് കുറച്ച് നനവുള്ള അവിയലാണ്. ഡ്രൈ അവിയലിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇതിലോട്ട് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം, 1/2 ഗ്ലാസ് തന്നെ വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഏറ്റവും കുറഞ്ഞ തീയിൽ അടച്ചു വെച്ചിട്ടാണിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ റെസിപ്പിയാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക, പ്രത്യേകിച്ച് ലാസ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്, കാരണം ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയിൽ പൾസായിട്ട് വേണമെന്ന് അരയ്ക്കാനായിട്ട്. ഒരുപാടങ്ങ് അരയ്ക്കരുത്. ഞാനൊരു 2 ടീസ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മുടെ ജീരകം ഒന്ന് ചെറുതായിട്ട് അരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒറ്റ പൾസ് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഒരു തോരൻ്റെ പരുവത്തിന് ഇങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അരയ്ക്കരുത്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയുടെ കൂടെ പച്ചമുളക് ചേർത്ത് അരയ്ക്കുന്നില്ല. ഇനി നമുക്കിത് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അധികം ഇളക്കി ഉടയ്ക്കാതിരിക്കുക. ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. വീഡിയോ എടുക്കുന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ വേവ് കൂടുതലുള്ള പീസൊക്കെ ആദ്യം ഇട്ട് കൊടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ആഡ് ചെയ്താണ് കൊടുക്കാറ്. ഇനി നമുക്കൊരു ചെറിയ സ്പൂൺ വെച്ച് ഇതുപോലെ തോർത്തി വേണം ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അടിയിൽ നിന്നിങ്ങനെ മേളിലോട്ടായിട്ട് ഒന്ന് വിടർത്തി അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ഇത് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ഒരു അവിയലാണ്. അപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്കൊരു 3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ മണത്തിനുള്ള ചേരുവകൾ വരുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 5-6 കൊച്ചുള്ളിയും 2 എരിയുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. പണ്ടേ ഉണ്ടാക്കുന്ന ഒരു നോഫെയിൽ റെസിപ്പിയാണ്. എൻ്റെ ഒരു 10 വർഷം മുന്നേ ഉള്ള റെസിപ്പി ബുക്കിൽ അവിയൽ വിത്ത് ഗ്രേറ്റ് സ്മെൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ എടുത്തപ്പം ഓർത്തു, അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. ഇപ്പോൾ പിന്നെ അങ്ങനെ എഴുതാറൊന്നുമില്ല. അപ്പം ഒരു 5-6 കൊച്ചുള്ളിയും എരിയുള്ള 2 പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുക്കണം. നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കപ്പയുടെയൊക്കെ കൂടെ ചതച്ചെടുക്കുന്ന കണക്ക്. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തൈര് കയ്യിൽ ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ആഡ് ചെയ്യുന്ന സമയത്ത് പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഇനി നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഉള്ളി ഒന്നും തീയിൽ കിടന്ന് വേവരുത്. നമ്മളിത് ആവിയിൽ വേണമെന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു 3 മിനിറ്റ് ഒന്ന് ആവിയിൽ തന്നെ ഇതൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ്. ഇത് ഡ്രൈ അവിയലല്ല, കുറച്ചൊരു വെള്ളമയമുള്ളൊരു അവിയലാണ്. ഒരുപാട് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് സദ്യയിൽ ഈ ഒരു അവിയൽ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. ഇനി സദ്യ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രൈ അവിയലിൻ്റെ റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ്. വീണ്ടും കാണുന്നവരേക്കും ബൈ.